ഫോട്ടോഗ്രാഫിയിലെ ഓസ്കാർ എന്ന് വിശേഷിക്കപ്പെടുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഒരു മിടുക്കനെ പരിചയപ്പെടാം. 14 വയസ്സുകാരനായ ഋത്വേദ് ഗിരീഷ് പകർത്തിയ തേനീച്ചക്കൂടിന്റെ ചിത്രമാണ് അന്താരാഷ്ട്ര പുരസ്കാരം കരസ്ഥമാക്കിയത്. ഫോട്ടോഗ്രാഫിക്ക് പുറമെ മോഡലിംഗ് രംഗത്ത് സജീവമാണ് ഋത്വേദ്. രണ്ട് വർഷം മുൻപ് ദുബായിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് 14 വയസ്സുകാരനായ തൃത്താല മേഴത്തൂർ അമ്മാത്തെ വീട്ടിൽ ഋത്വേദ് ഗിരീഷ് മനോഹരമായ ഒരു കാഴ്ച കാണുന്നത്. ചെറിയൊരു തേനീച്ചക്കൂടും കുറച്ച് തേനീച്ചകളും. ഉടനെ ക്യാമറ കയ്യിലെടുത്ത കൊച്ചുമിടുക്കൻ താൻ കണ്ട കാഴ്ച പകർത്തി. അവനെ തേടിയെത്തിയത് അസൂയവഹമായ സമ്മാനം. ഫോട്ടോഗ്രാഫിയിൽ ഓസ്കാർ എന്ന് വിശേഷിക്കപ്പെടുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫ് ഓഫ് ദി ഇയർ മത്സരത്തിൽ 2ാം സ്ഥാനം. 11 മുതൽ 14 വയസ്സ് വരെയുള്ള വിഭാഗത്തിലായിരുന്നു നേട്ടം. And here we have the Indian stickless bees guarding their nest entrance. Yeah, I've had the same response as well. Very, very sweet. There's little heads peeking out, protecting, of course, keeping an eye for watch for any predator that may come their way, doing their job very diligently. But who is the winner of this category? പിക്ചർ എടുത്തത് നാട്ടിലാണ്. ലാസ്റ്റ് വെക്കേഷൻ പോയിട്ട് എടുത്ത് ഒരു മാക്രോ ലെൻസ് കൂടി എടുത്ത് ഫോട്ടോ സ്റ്റിംഗ്ലെസ് ബീഹേവിയർ കുറിച്ചിട്ട് ഫോട്ടോ എടുത്ത് ഒരു കുറെ കാറ്റിൻ്റെ ഉള്ളിലിപ്പോ ഉണ്ടായിരുന്ന ഒരു ബീഹേവിയർ. സോ ഒരു വാളിന്റെ മോളിലുണ്ടായിരുന്നു. സോ അത് കണ്ടിട്ട് എടുത്തതാ. ഫോട്ടോഗ്രാഫി രംഗത്ത് ഏറ്റവും പഴക്കമുള്ള അവാർഡാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫ് ഓഫ് ദി ഇയർ അവാർഡ്. വൈൽഡ് ലൈഫ് രംഗത്ത് ലോകത്തിലെ മികച്ച ചിത്രങ്ങൾക്ക് അവാർഡുകൾ നൽകുന്ന ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം 1964 മുതലാണ് അവാർഡുകൾ സമ്മാനിച്ചു തുടങ്ങിയത്. 90 രാജ്യങ്ങളിൽ നിന്നായി 60,000-ഓളം എൻട്രികളാണ് ഇത്തവണ മത്സരത്തിനുണ്ടായിരുന്നത്. ലൈഫിൽ മറക്കാനാവാത്തൊരു ഇവന്റാണ് അത്. എസ്പെഷ്യലി ആസ് എ ഫാദർ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ലൈഫിൽ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എത്രയും പ്രത്യേകിച്ച് എൻ്റെ മോഡലിങ്ങിലും ഫോട്ടോഗ്രാഫിയിലും തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പിന്നെ ഒരു വേൾഡ് എസ്പെഷ്യലി ഓൾ ഓവർ ദ വേൾഡ് എന്നുള്ള എല്ലാ ഫോട്ടോഗ്രാഫേഴ്സ് പ്രൊഫഷണൽസ് മോർ ദാൻ ലണ്ടനിലെ ഏറ്റവും വൺ ഓഫ് ദ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം അതിൻ്റെ എല്ലാ ഓർഗനൈസേഴ്സ് എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു, വളരെ അപ്രീഷിയേറ്റഡ് ആയിരുന്നു. കാരണം ആ ഫോട്ടോയും പിന്നെ അവന്റെ ടാലന്റും എല്ലാവരും പേഴ്സണലി 1-to-1 എൻ്റെ അടുത്ത് നേരിട്ട് സംസാരിച്ചതാണ്. പിന്നെ അവരെ ഇതെല്ലാം പേഴ്സണലി ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. അവരെല്ലാം പേഴ്സണലി ഇൻവൈറ്റ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്തു. അതെല്ലാം ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു നിമിഷം തന്നെ. കുടുംബത്തോടൊപ്പം UAE താമസിക്കുന്ന ഋത്വേദ് ദുബായ് ജെംസ് അവർ ഇന്ത്യൻ സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ അമ്മ ദീപ ഗിരീഷിൽ നിന്നാണ് ഫോട്ടോഗ്രാഫിയോടുള്ള ഇഷ്ടം തുടങ്ങുന്നത്. ഒരു ദിവസം ഞങ്ങളിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും 24/7 ക്യാമറ ക്യാരി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് എനിക്ക് നമ്മളെ ക്യാമറ ചോദിച്ചു. തരാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തപ്പോ മീൻസ് അവനെ ഒരു ഫ്രെയിം എടുത്തു. അതായത് ഒരു വർക്കർ ഇങ്ങനെ മറ്റേ ഗ്ലാസ് ക്ലീൻ ചെയ്യില്ലേ, അതിന്റെ ഒരു പിക്ചർ ആയിരുന്നു. പക്ഷെ അത് ഫ്രെയിം ചെയ്ത് കണ്ടപ്പോ എനിക്ക് തോന്നി ഒരു എവിടെയോ ഒരു സംതിങ് അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളത്. കോവിഡ് കാലത്താണ് ഋത്വേദ് ക്യാമറയിൽ ചിത്രങ്ങൾ പകർത്തി തുടങ്ങിയത്. സ്കൂളിലെ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു തുടക്കം. ഞാനിങ്ങനെ കുറെ എന്താ പറയാ കുറെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിരുന്നു ഫോട്ടോഗ്രാഫിയിൽ. അപ്പോൾ ദിവസം ചോദിച്ചു എനിക്ക് പഠിപ്പിച്ചു ചോദിച്ചു. അങ്ങനെ നമ്മളെ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ കോമ്പറ്റീഷനിൽ അപ്പൊ അതിന് മീൻസ് എടുത്ത പിക്ചർ നോക്കുമ്പോൾ മീൻസ് ആ ഒരു കോമ്പറ്റീഷന്റെ തീമായിട്ട് ചേർന്ന് അതായത് മാത്സിന്റെ സംതിങ് എന്തായിരുന്നു അങ്ങനെ സബ്മിറ്റ് ചെയ്തു. അപ്പൊ ടീച്ചർക്ക് സംശയം ഇത് അവൻ തന്നെ എടുത്തതാണോ അത് അല്ല ഗൂഗിളിൽ നിന്നൊക്കെ. ടീച്ചർ ഓൾറെഡി അതിലൊരു റൂൾ ഉണ്ടായിരുന്നു, ഗൂഗിളിൽ എടുത്ത പിക്ചർ ഒന്നും പറ്റില്ല, സ്വന്തമായിട്ട് എടുത്ത പിക്ചറേ പറ്റുള്ളൂ എന്ന്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ആ ടീച്ചർ കുറെ സെർച്ച് ചെയ്തൊക്കെ ചെയ്തിട്ട്
അവൻ തന്നെ എടുത്തു. ഞാൻ പറഞ്ഞു അതിന്റെ മീൻസ് അവൻ പറഞ്ഞു ഞാൻ റോ പിക്ചേഴ്സ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന്റെ റോ പിക്ചേഴ്സ് കൊടുത്തു. ബട്ട് ഇതൊക്കെ ഓക്കെ, ഇത് നമ്മൾ എടുത്തത് തന്നെയാണ് മനസ്സിലായി. അങ്ങനെയാണ് തുടക്കം ഉണ്ടായത്. പിന്നീട് വന്യജീവികളുടെ ചിത്രം പകർത്താൻ ദ്വീപ് പോകുമ്പോൾ മകനെയും കൂടെ കൂട്ടാൻ തുടങ്ങി. ഇതിനിടെ ഋഗ്വേദ് പകർത്തുന്ന ചിത്രങ്ങൾക്ക് പുരസ്കാരങ്ങൾ തേടിയെത്തി തുടങ്ങി. എക്സ്പോഷർ അന്താരാഷ്ട്ര ഫോട്ടോഗ്രാഫി പുരസ്കാരമടക്കം സ്വന്തമാക്കി. Our winner in the junior category is Ritwik Girish Kumar, the Turkish Guardian of the Shah. Congratulations to Rick Burton, captain of this extraordinary series. Dudes up here. ഈ പിക്ചർ തന്നെ, അതായത് ഈ ഒരു അവാർഡ് ഇപ്പോൾ കിട്ടിയിട്ടില്ലേ, ആ അവാർഡിന്റെ ആ സെയിം പിക്ചർ തന്നെയായിരുന്നു എക്സ്പോഷറിൽ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അത് എക്സിബിഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അച്ഛൻ ഗിരീഷ് കുമാറിന്റെ പ്രോത്സാഹനത്തിൽ മോഡലിംഗ് രംഗത്ത് സജീവമാണ് ഈ പ്രതിഭ. ഏറ്റവും വലിയ ടോപ്പ് മോഡലിംഗ് സ്കൂളിലാണ്, ഇറ്റാലിയൻ റഷ്യൻ ബേസ്ഡ് ആയിട്ടുള്ള മോഡലിംഗ് സ്കൂളിലാണ് പഠിച്ചതെല്ലാം. അവിടെ വെരി ഹൈ ടാലന്റഡ് ആയിട്ടുള്ള എക്സ്പെർട്ടുകളുടെ ട്രെയിനിങ് ആണ്. പിന്നെ ഒരുപാട് ഷോസ് ദുബായിൽ ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും ഇതിനാണെങ്കിലും ഒക്കെ എല്ലാം ഫാഷൻ ഷോ മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ മാതാപിതാക്കൾ മനസ്സിലാക്കണമെന്നാണ് ഗിരീഷ് കുമാറിന്റെ പക്ഷം. കുട്ടികളെ അവരുടെ താല്പര്യത്തിന് വിടുക, അങ്ങനെയായാൽ അവർ തങ്ങൾക്ക് അഭിമാനമാകുമെന്ന് ഗിരീഷ് കുമാർ പറഞ്ഞു വെക്കുന്നു. എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്, എല്ലാവരും മോസ്റ്റ് ഓഫ് ദ പാരൻസ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും എവ്രി വൺ ഹാവ് എ പാഷൻ ഒരുപാട് പേർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് അത് ഉള്ളിൽ വെച്ച് ഒതുക്കി കിട്ടുന്ന വഴിയിലൂടെ അല്ലെങ്കിൽ കിട്ടുന്ന ജോബിലൂടെ അല്ലെങ്കിൽ പ്രൊഫഷനിലൂടെ യാത്ര ചെയ്യും. പക്ഷെ എൻ്റെ അഭിപ്രായം, ഒരു ലൈഫേ ഉള്ളൂ. ആ ലൈഫിൽ നമ്മുടെ പാഷനും കൂടി ഫുൾഫിൽ ചെയ്യും. മോഡലിംഗും ഫോട്ടോഗ്രാഫിയും ഒരുപോലെ കൊണ്ടുപോകാനാണ് ഋഗ്വേദിന്റെ ആഗ്രഹം. എനിക്ക് മോഡലിംഗ് ഇഷ്ടം, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഇഷ്ടം. രണ്ടും ഇഷ്ടമായി ഭയങ്കര. സ്വപ്ന ദൃശ്യത്തിന്റെ അനുഭവം കാഴ്ചക്കാരന് സമ്മാനിക്കാൻ ഋഗ്വേദിന്റെ ക്യാമറ കണ്ണുകൾ പ്രകൃതിയിലേക്ക് തുറന്നിരിക്കുകയാണ്.